ഇന്ന് നമുക്ക് 4 വർക്ക്സ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വർക്കാണിത്. ഇത് വാനില കേക്കിൽ 1 kg ആണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പം 2 കസ്റ്റമേഴ്സാണ് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത്. 2 പേരും 2 കേക്ക്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് കാലത്തേക്കും ഒന്ന് വൈകിട്ടേക്കും. 2 കസ്റ്റമേഴ്സും അങ്ങനെ തന്നെ കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഒരു കേക്ക് കാലത്തേക്കും ഒരു കേക്ക് വൈകിട്ടേക്കും. അപ്പം ഫസ്റ്റത്തെ കേക്കാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടത്. അതൊരു സ്ക്വയറിൽ നോർമൽ വാനില കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാലവാടിക്ക് കൊണ്ടുപോകാനുള്ള കേക്കായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ രണ്ടാമത് ഈ ഒരു കേക്കാണ് അവർ തന്നെ പറഞ്ഞേക്കുന്നത്. ഇത് പോ പെട്രോളിൻ്റെ ഡിസൈനാണ് കേട്ടോ. അതായത് നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡിസൈനിൽ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് മോഡൽസ് അയച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് അടിയിലൊരു ഐസ് ബ്ലൂവിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ മേലേക്കൊരു വൈറ്റ് കളറിലുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതാ ടോപ്പേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇത് പ്രിൻ്റ് എടുത്തതാണ്. ഞാൻ പ്രിൻ്റ് എടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. അതായത് ഞാൻ നെയിം ആഡ് ചെയ്യാൻ മറന്നു. അതായത് ഞാൻ ആ സമയത്ത് പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോ പെട്രോളിൻ്റെ ആ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ട് സ്റ്റുഡിയോക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഞാൻ അതിൽ ആ നെയിം ആഡ് ചെയ്യാൻ മറന്നു ഗൈസ്. എന്നിട്ട് ഞാനത് വിപ്പിംഗ് ക്രീമായിട്ടാണ് കേട്ടോ എഴുതി കൊടുത്തത്. പക്ഷേ സീനൊന്നും ഉണ്ടായില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി കാലുകൾ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വേറെ കസ്റ്റമർക്കുള്ള കേക്കാണ് കേട്ടോ. ഇത് വൈകിട്ടേക്കുള്ള കേക്കാണ്. രാവിലത്തേക്കുള്ള കേക്കിൻ്റെ ആ ഒരു ഡിസൈനിങ് ഞാൻ വീഡിയോ കൊടുക്കാൻ സ്കിപ്പായിട്ടോ. തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചെയ്തുകൊണ്ട് വീഡിയോ ഓണാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് വൈകിട്ടേക്കുള്ള കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലത്തേക്കുള്ള കേക്ക് രണ്ടും ഉപ്പ എന്ത് ചെയ്തു, ഒരേ സമയത്ത് തന്നെ ഒരേ ഭാഗത്തേക്കായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അവ രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കസ്റ്റമർ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളെടുത്ത്. എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്താലും അവർക്ക് ഇഷ്ടപ്പെടും. കാരണം എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കേട്ടോ. ഞാൻ എങ്ങനെ ചെയ്താലും അവർ ഓക്കെ ആണ്. ഇങ്ങനെ നമുക്ക് നല്ല കമൻസ് ഇങ്ങനെ പറയും കേട്ടോ. അവർ കേക്ക് കഴിച്ചതിന് ശേഷം ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയും. ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക ഇഷ്ടമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കണമെന്ന് എപ്പോഴും പറയും. അങ്ങനെ എന്താ പറയുക, ഞാൻ എങ്ങനെ ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ലാത്ത കസ്റ്റമേഴ്സാണ് കേട്ടോ. നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സുമാണ് അവർ. ഈ ഒരു ഫ്ലേവർ വന്നിട്ട് ബട്ടർ സ്കോച്ചാണ് കേട്ടോ. അവർ നമ്മളിരുന്ന് ഏറ്റവും കൂടുതൽ ബട്ടർ സ്കോച്ച്, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ്, ഇതൊക്കെയാണ് കൂടുതൽ മേടിക്കുക കേട്ടോ. അപ്പം റെഡ് വെൽവെറ്റാണ് ഈ ഒരു കേക്ക്. ഇതവർ രാവിലെ പറഞ്ഞ കേക്ക്. വൈകിട്ടൊക്കെ ഉണ്ടായിരുന്നത് നേരത്തെ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് മാതിരി ചെയ്തില്ലേ, അത് വൈകിട്ടൊക്കെയുള്ള കേക്ക് കേട്ടോ. ഇത് റെഡ് വെൽവെറ്റും ആയിരുന്നു, മറ്റേത് ബട്ടർ സ്കോച്ചും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് കേക്കിൻ്റെ ഫൈനൽ ലുക്സ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡൗട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.